ഹലോ, ഇന്ന് വളരെ ഒരു റഷായിട്ടുള്ള ഡേ ആയിരുന്നു. സമയം ഒന്നിനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിങ്ങനെ ഒരുപാട് വർക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ടൈം ഇല്ലാണ്ട് വരുമ്പോൾ പെട്ടെന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കത്തില്ലേ? അങ്ങനെ ഒരു ഹാഫ് ആൻ അവറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈനി ലഞ്ച് വീഡിയോ ആണിത്. നമുക്ക് ടൈം ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ തേങ്ങാ ചമ്മന്തി. സോ ഞാനും അത് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ആവശ്യത്തിന് തേങ്ങയും ആവശ്യത്തിൽ കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ഗ്രീൻ ചില്ലിയും പുളിയും കുറച്ച് കറി ലീവ്സും ഒക്കെ എടുത്തിട്ട് ചമ്മന്തി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അതിന് കുറച്ച് തൈര് ഇരിപ്പുണ്ട്. സോ തൈര് വെച്ചിട്ട് മുളക് വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ഇത് എടുക്കുന്നത്. ആക്ച്വലി ഞാൻ കുറച്ച് എടുത്തു, ബട്ട് അതെന്തായാലും തികയത്തില്ല. സോ കുറച്ചും കൂടി പോയി പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ മുളകിന് ഇച്ചിരി സ്പൈസിനെസ് കൂടുതലാണ്. അങ്ങനെ മുളകൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു മൺപാത്രം എടുക്കുക, അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ആഡ് ചെയ്യുക. ഇതിലെന്തായാലും വെള്ളം ചേർക്കുന്നില്ല. സോ തൈര് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുക. തൈരും ഓൾറെഡി വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ആൻഡ് ഈ തൈരിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ആൻഡ് ഇവിടെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഉപ്പാണിത് ഇവിടെ എടുത്തത്. കല്ലുപ്പായതുകൊണ്ട് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അതിനകത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആ ചില്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യരുത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചില്ലി രണ്ട് പീസസ് ആയിട്ട് വരരുത്. അങ്ങനെ ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ, ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ ഉലുവ, ഒരു സ്പൂൺ ഉലുവ ഇടുക. അതിനുശേഷം കറിവേപ്പിലയും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച് ചില്ലിയും കൂടി ആഡ് ചെയ്യുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് ഈ ഒരു രീതിയിലാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച തൈരിലേക്ക് ഈ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു മാക്സിമം ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവേഴ്സ് ഇതൊന്ന് മാറ്റി വയ്ക്കുക. തൈര് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ കറി എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും. ടൈനി ലഞ്ച് പ്രിപ്പറേഷൻ ഹാഫ് ആൻ അവർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ്. സോ ഊണ് എന്തായാലും അടിപൊളിയായിരുന്നു. ഇതിനോടൊപ്പം വേണമെങ്കിൽ ഓംലെറ്റോ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.